ആദ്യ ബഹിരാകാശ സഞ്ചാരി ഹനുമാൻ എന്ന പരാമർശത്തിൽ ബിജെപി എം പി അനുരാഗ് ഠാക്കൂറിനെതിരെ പ്രതിപക്ഷം. ഇത്തരം പരാമർശം അസ്വസ്ഥപ്പെടുത്തുന്നെന്ന് DMK MP കനിമൊഴി പ്രതികരിച്ചു. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും കനിമൊഴി ചൂണ്ടിക്കാട്ടി. ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ യാത്രികനെന്നും പുസ്തകങ്ങൾക്കപ്പുറം പാരമ്പര്യത്തെ അറിയണമെന്നുമായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പരാമർശം. अंतरिक्ष में यात्रा करने वाले पहला कौन था? मुझे तो लगता है हनुमान जी थे, क्योंकि हम अभी भी अपने आप को अभी तक ही देख रहे हैं. हम अपने हजारों वर्ष पुरानी परंपरा, ज्ञान, संस्कृति, जब तक हमें उसका ज्ञान नहीं होगा तो जो अंग्रेजों ने दिखाया हम वहीं तक सीमित होकर रह जाएंगे. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എവിടെയായിരുന്നു ഈ വിവാദ പരാമർശം? അതിനോട് പ്രതിപക്ഷം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ ബഹിരാകാശ ദിനത്ത് ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂളിൽ വെച്ചായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഒരു പരാമർശം ഉണ്ടായത്. ആരാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയെന്ന് BJP MP തന്നെ കുട്ടികളോട് ചോദിക്കുകയായിരുന്നു. അതിന് നീലാം സ്ട്രോങ് എന്ന കുട്ടികൾ മറുപടി പറയുകയും ചെയ്തു. പക്ഷെ അതല്ല, ഹനുമാൻജി എന്നതായിരുന്നു അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ഒരു മറുപടി ഉണ്ടായത്. എന്തായാലും ഇതിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ കൃത്യമായി കുട്ടികൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുവാനാണ് ഇത്തരത്തിൽ BJP നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ DMK ആരോപിച്ചിരിക്കുകയാണ്. DMK MP കനിമൊഴി തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം പരാമർശം അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്നായിരുന്നു കനിമൊഴിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും ഇപ്പോൾ കനിമൊഴി ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കറിയാം, ഈ പാഠപുസ്തകങ്ങളിലടക്കം മാറ്റം വരുത്തി ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇതിനകത്ത് തന്നെ BJPക്കെതിരെയുണ്ട്. ഇപ്പോൾ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ കുട്ടികൾക്കിടയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് BJPയുടെ നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ വെച്ചായിരുന്നു ഇത്തരം ഒരു പരാമർശം അനുരാഗ് ഠാക്കൂർ നടത്തിയത്. ധന്യ. ശരി അരവിന്ദ്.